ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിജു. ഞാൻ ശരിക്കും ബൈബിൾ മാരത്തണ് വായിക്കാൻ 2 നിയോഗങ്ങളാണ് ഇന്ത്യയിൽ ഞാൻ ഈശോയോട് പറഞ്ഞിരുന്നത്. എനിക്ക് വചനം വായിക്കാനായിട്ട് 2 വർഷത്തോളമായി എനിക്ക് ഒത്തിരി തടസ്സം നേരിട്ടിരുന്ന ഒരാളാണ്. വചനം വായിക്കണമെന്ന് ഒത്തിരി ദാഹമുണ്ട്, പക്ഷെ എനിക്ക് തടസ്സങ്ങളായിരുന്നു. അതുപോലെ ജപമാല ചൊല്ലണമെന്നും ഒത്തിരി ആഗ്രഹമാണ്. ഒത്തിരി പേരിങ്ങനെ ജപമാലകൾ ചൊല്ലി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനാണെന്ന് ഞാൻ കൊതിയോടെ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ജപമാല ചൊല്ലണം, ഇത് രണ്ടുമായിരുന്നു എൻ്റെ മെയിൻ ഇൻറ്റൻഷൻസ്. അപ്പം ഞാൻ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്നു. പ്രെയർ ഗ്രൂപ്പിലിട്ടപ്പോൾ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങുകയും ചെയ്തിരുന്നു, വിശുദ്ധ ബലിയിൽ സമർപ്പിച്ച്. ഞാൻ ഫസ്റ്റ് വായിച്ചത് എനിക്ക് 1 സാമുവേലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. സാമുവേലിനെ വിളിക്കുന്നതാണ് കർത്താവ്. 3 പ്രാവശ്യം സാമുവേലിനെ വിളിക്കും, പക്ഷേ സാമുവേൽ അത് കേൾക്കുന്നില്ല. 4ാമത്തെ വിളിച്ചപ്പോഴാണ് സാമുവേൽ കേൾക്കുന്നത്, ഞാൻ പ്രത്യുത്തരിക്കുന്നത്, റിപ്ലൈ കൊടുക്കുന്നത് കർത്താവിന്. അപ്പം ഞാനത് പോർഷൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പോയത് കർത്താവ് എന്നെ വിളിക്കുന്നുണ്ട്, കർത്താവിന് എന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്, പക്ഷേ ഞാനത് കേൾക്കുന്നില്ല. എൻ്റെ ഡേ ടു ഡേ ലൈഫും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള വ്യഗ്രതയും ഉത്കണ്ഠയൊക്കെ ആയിട്ട് ലോകത്തിൻ്റെ കാര്യങ്ങളായിട്ട് ഞാനിങ്ങനെ എൻഗേജ്ഡായിട്ട് നടക്കുക. അപ്പോൾ ഈശോയുടെ കർത്താവിൻ്റെ വിളി ഞാൻ തിരിച്ചറിയുന്നില്ല. കർത്താവ് എന്നോട് സംസാരിക്കണം, പക്ഷെ ഞാൻ കർത്താവിൻ്റെ സ്വരത്തിന് ഞാൻ ലിസൺ ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു. അതിനൊരു നെക്സ്റ്റ് ഡേ എനിക്ക് കിട്ടിയത് സങ്കീർത്തനങ്ങളായിരുന്നു. അനുതാപ സങ്കീർത്തനം 51 ആ ഭാഗങ്ങളാണ് എനിക്ക് കിട്ടി. ശരിക്കും അത് വായിച്ചപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര സങ്കടത്തോടെ എഴുതിയാണ് വായിച്ചത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, ഈശോയുടെ സ്വരം കേൾക്കാൻ പറ്റാത്തതിലും ഒക്കെ ഉള്ളൊരു സങ്കടം എനിക്കുണ്ടായിരുന്നു. ഞാൻ അന്ന് പോയി കൺഫസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഡേ എനിക്ക് കിട്ടിയത് 3ാമത്തെ ദിവസം എനിക്ക് വായന കിട്ടിയത് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആ സ്നേഹവലയത്തിൽ നിന്ന് ഞാൻ അകന്നു പോകുന്നത്, എന്നിലേക്ക് തന്നെ നോക്കാനും എന്നിൽ എന്തെല്ലാം കറകളുണ്ടെന്നും അതെല്ലാം അതിൽ നിന്നൊക്കെ പിന്തിരിയുമ്പോഴാണ് ആ ദൈവത്തിൻ്റെ ആ സ്നേഹവലയത്തിനുള്ളിൽ ആകാൻ പറ്റുക, പിന്നെ ആ കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ ഉള്ളൊരു വലിയൊരു ബോധ്യം എനിക്ക് പരിശുദ്ധാത്മാവ് ആ പോർഷൻ ആ റീഡിങ് നടത്തുമ്പോഴും എനിക്ക് ദൈവം ഇങ്ങനെ പരിശുദ്ധാത്മാവ് എനിക്ക് ഉള്ളിലിങ്ങനെ ഒരു പ്രേരണയായിട്ട് തന്നിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ടൈം സ്ലോട്ട് റീഡിങ് സ്ലോട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫോൺ ഞാൻ കയറിയിട്ട് ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് അത് അത്യാവശ്യം നല്ല വോളിയത്തിൽ ഞാൻ വയ്ക്കുമായിരുന്നു. ഒരു മണിക്കൂറൊക്കെ ഞാനത് ആ വോളിയത്തിൽ വെച്ചിട്ട് ആ വചനം എൻ്റെ ഭവനം മുഴുവൻ നിറയാൻ വേണ്ടി ഞാൻ ചെയ്തിരുന്നു. പക്ഷെ അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി ആനന്ദം എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച റോസ് അഗസ്റ്റിനും പിന്നെ എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്, ടീമുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് കാഴ്ച സമർപ്പണത്തിന് യേശു എനിക്ക് തന്നു. അവർക്ക് വേണ്ടി തീക്ഷ്ണമായി പ്രാർത്ഥിക്കാനും ഇനി ലോകം മുഴുവനും ഈ ഇവാഞ്ചലൈസേഷൻ ദൈവത്തിൻ്റെ വചനം എല്ലാവർക്കും വായിക്കാനും അത് വചനം എല്ലാവരുടെ ഹൃദയത്തിൽ നിറഞ്ഞ് അത് ജീവിക്കാനുള്ളൊരു അഭിഷേകം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇനി പുതിയ ആൾക്കാർ വന്ന് വചനം വായിക്കാനും വചനത്തോടുള്ളൊരു ദാഹം എല്ലാവരിൽ നിറയാനും അങ്ങനെ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വലിയൊരു ജനതയായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആയിരിക്കാനും സാധിക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തെ വഴി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്.